തൃശ്ശൂർ അതിരൂപതയിലെ പാലൂർ ഫൊറോനയിലെ വൈലത്തൂർ സെൻറ് സിറിയക് കത്തോലിക്ക പള്ളിയുടെ ഇടവക ജനങ്ങൾക്കായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കലച്ചൻ 1.5 വർഷത്തോളമായി കാത്തിരുന്ന ഒരു ജനകീയമായിട്ടുള്ള ധ്യാനമായിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനം. ഏകദേശം 345ഓളം ഭവനങ്ങളുള്ള ഈ ഇടവകയിൽ നിന്ന് 1000ഓളം ഇടവക അംഗങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുകയും പോപ്പുലർ മിഷൻ ധ്യാനം വയലത്തൂർ ഇടവകയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മീയ വിരുന്ന് ഒരുക്കുന്നത്. ആ ധ്യാനം വളരെ ശക്തമായിട്ടുള്ള ആത്മീയ ചൈതന്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ധ്യാനം മാറ്റിവെച്ചാലോ എന്ന് പോലും സംശയിച്ച വികാരി അച്ഛൻ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ ധ്യാനം ഒരിക്കലും മാറ്റിവെക്കരുത്, ഇത് നടത്തപ്പെടേണ്ടതാണ് എന്നതാണ് എനിക്ക് കാണിച്ചു തന്നത് ദൈവം. ആ ഒരു അനുഭവം എനിക്ക് പറയാനായിട്ടുണ്ട്. കാരണം ധ്യാനം തുടങ്ങുന്നതിന് 2 ആഴ്ച മുൻപ് വികാരി അച്ഛന് ചെറിയൊരു അപകടം പറ്റുകയും അതേ തുടർന്ന് ഈ ധ്യാനം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ധ്യാനഗുരുവായ പ്രിയപ്പെട്ട ജോജു അച്ഛൻ ചോദിച്ചപ്പോൾ അതിന് തടസ്സമായിട്ടുള്ളതൊന്നുമില്ല എന്ന് അച്ഛന് തോന്നിപ്പിക്കുകയും അത് തന്നെ കൺവീനറായി തീർന്ന എനിക്കും അതേ അനുഭവം ഉണ്ടാവുകയും ജോജു അച്ഛനോട് ആ വിവരം വികാരി അച്ഛൻ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അച്ഛൻ്റെ അസാന്നിധ്യത്തിലും ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ അസാന്നിധ്യത്തിലും രൂപതയിൽ നിന്ന് മറ്റൊരു വൈദികനെ ഞങ്ങൾക്ക് നൽകുകയും പ്രിയപ്പെട്ട ജാക്സൺ അച്ഛൻ അച്ഛന് പകരം എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒപ്പം നിന്നുകൊണ്ട് സഹകരിച്ച് അച്ഛൻ്റെ അസാന്നിധ്യം ഇല്ലാത്ത രീതിയിൽ എല്ലാ തരത്തിലും പൂർണ്ണ പിന്തുണ നൽകുകയും പ്രിയപ്പെട്ട കോൺവെന്റിലെ മദർ സുപ്പീരിയറും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും എല്ലാം ഒത്തൊരുമിച്ച് എല്ലാ ലീഡേഴ്സും അതുപോലെ തന്നെ യൂണിറ്റ് ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റുമാരും മറ്റംഗങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് നല്ല ഒരുക്കത്തോടു കൂടി തന്നെ ആത്മീയമായി ഒരുങ്ങിക്കൊണ്ട് തന്നെ ഈ 6 ദിവസത്തെ ധ്യാനം വളരെ മനോഹരമാക്കി. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവും വേണ്ടി യേശുവിന്റെ പിന്നാലെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോമിശിഹായിൽ സ്നേഹമുള്ള വൈദിക സഹോദരരെ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുട്ടികളെ, നമുക്കറിയാം ഈ വിൻസെൻഷ്യൻ ഫാദേഴ്സ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ മൊത്തത്തിൽ അങ്ങനെയാണ്, പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അവർ. നിങ്ങൾ ഈ പാട്ട് പാടിയപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ ഫ്ലെക്സിബിളായിട്ട് കൈകൾ ഉയർത്തുകയും ആട്ടുകയും തിരിയുകയൊക്കെ ചെയ്യുന്നു. സാധാരണ ഇടവ പള്ളിയിൽ ഇത്രയും ഫ്ലെക്സിബിളായിട്ടൊന്നും നിങ്ങൾ തിരിയാറില്ല. അതൊരു പക്ഷേ വിൻസെൻഷ്യൻസിൻ്റെ ആ ഒരു പ്രത്യേക കാര്യസ്ഥത്തിലൂടെ നിങ്ങൾ ആക്കിയെടുത്തു. അപ്പോഴും ചേട്ടന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മുഴുവൻ ഇളകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും ഇളകി, കുറേയൊക്കെ അങ്ങോട്ട് ഇളകി. പക്ഷെ ചേച്ചിമാരുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്
ഒരു തരത്തിലും എണ്ണ ഇട്ടൊഴിയേണ്ട ആവശ്യമില്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം നിങ്ങളത് ഈ ധ്യാനം ചലിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാ ആശംസകളും നേരുന്നു. വിൻസെൻഷൻ അച്ഛന്മാർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭാവങ്ങൾ നേരെയാണ്. ഈ ഫ്ലെക്സിബിലിറ്റി, സ്പോണ്ടേനിറ്റി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ക്രിസ്തീയതയുടെ സ്പോണ്ടേനിറ്റി നിലനിർത്തുന്ന പാരീഷായി മാറണം. വയലത്തുകാരോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം പാലിയൂരിനോട് തൊട്ടുരുമി കിടന്ന് പാരമ്പര്യമുള്ള പാലിയൂർ ഫൊറോനക്കാരും ഇടവക്കാരുമാണ് ഈ വയലത്തുകാർ. ഞാനൊക്കെ ഒരു പരദാശം ഇവിടെ വന്നിട്ടുള്ളതാണ്, എനിക്കറിയാം. അതുകൊണ്ട് അവരോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഈ പഴമയുടെ ജീർണത വിട്ടു പോകണമെങ്കിൽ ഈ ഫ്ലെക്സിബിലിറ്റി, സ്പോണ്ടൈനിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ള പരിശ്രമമാണ് വിൻസെൻഷൻ അച്ഛന്മാർ ദിവസങ്ങൾ നടത്തിയത്. തങ്ങളുടെ ദൈവവചന പ്രഘോഷണത്തിലൂടെ ജനത്തെ ആളി കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ പരിശ്രമിക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ 4-5 പോയിന്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിൽ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സ്പോണ്ടേനിറ്റി നിലനിർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം. നമുക്കറിയാലോ, നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഈശോ പറഞ്ഞിട്ടുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനുള്ള പരിഹാരം മുഴുവനും കാണുന്ന ഒരു പുസ്തകമേ ഈ ലോകത്തിലുള്ളൂ, അത് ബൈബിളാണ്. ഈശോ കാണിച്ചു തന്നത് തന്നെയാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ കർത്താവ് ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ മാതൃകയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എന്നെപ്പോലെ നിങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കണം. ഒന്ന്, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ദൈവസന്നിധിയിൽ സ്വീകാര്യത ഉണ്ടാകാൻ, ദൈവത്തിൽ നിന്ന് കൃപകൾ ലഭിക്കാൻ എന്ത് ചെയ്യണം? അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് വിശുദ്ധിയോടുകൂടി തിരുസന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. തിരുസന്നിധിയിലേക്ക് വിശുദ്ധിയോടുകൂടി കടന്നു വരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയെ സ്വീകാര്യമാകാനുള്ള, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനുള്ള ആദ്യത്തെ മാർഗം. ബെനഡിക്ട് 16 മാർപ്പാപ്പ, അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ്, ദൈവശാസ്ത്രജ്ഞനാണ്, പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ടു മീറ്റ് ജീസസ് ആൻഡ് ഷെയർ ജീസസ്. ഈ ലോകത്തില് നമുക്ക് സന്തോഷം പകരുന്ന ഏക കാര്യം, ഐസ്ക്രീം കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, നല്ല ആഭരണങ്ങൾ ധരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, തിളങ്ങുന്ന ഉടുപ്പ് ധരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, മാസം തോറും 1000-കണക്കിന് 10,000-കണക്കിന് രൂപ നമ്മൾ കയ്യിലേക്ക് എണ്ണി വാങ്ങിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. പക്ഷെ അതൊക്കെ എപ്പോഴാണ് അവസാനിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ. ടു മീറ്റ് ജീസസ്, ഈശോയെ കണ്ടുമുട്ടുക, ആ കണ്ടുമുട്ടിയ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാവുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ സന്തോഷം. അതിനെന്ത് വേണമെന്നറിയാമോ? നമ്മൾ ഈശോയുടെ സന്നിധാനത്തിലേക്ക് വിശുദ്ധിയോടുകൂടി കടന്നു വരണം. നമുക്കറിയാമല്ലോ, പൂർവ്വപിതാവായ ഔസേപ്പ്, ഈ പൂർവ്വപിതാവായ ഔസേപ്പിന്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, അച്ഛന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, നമ്മളെല്ലാം ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തെ സ്വന്തം സഹോദരന്മാര് പുറത്താക്കിയതാണ്, കൊല്ലാൻ പരിശ്രമിച്ചതാണ്, ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിറ്റതാണ്. അദ്ദേഹത്തിന് ഉള്ളിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന എന്താണ്? ജോസഫ് ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു. ദൈവം എപ്പോഴും ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. സ്വന്തം സഹോദരന്മാര് പുകഞ്ഞ തൊള്ളിപ്പുറത്തെന്ന് പറഞ്ഞ് അവനെ അസൂയ മൂലം വിറ്റപ്പോഴും ഉപേക്ഷിച്ചപ്പോഴും അവനെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചപ്പോഴും ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജോസഫ് പിന്നീട് കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ടായി. നമുക്കറിയാലോ, മനാസെ, എഫ്രായിം. രണ്ട് മക്കൾ അവരാണ്, മനാസെ, എഫ്രായിം. ട്വിൻ ട്രൈബ്സ് എന്ന് പറയാ. യഹൂദന്മാരുടെ 12 ഗോത്രങ്ങൾ ട്വിൻസ് ട്രൈബ് എന്നറിയപ്പെടുന്നതാണ് മനാസയുടെ ഗോത്രം, പകുതി ഗോത്രം, അതുപോലെ എഫ്രായിമിന്റെ പകുതി ഗോത്രം. ഈ 2 വാക്കുകൾക്കും പ്രത്യേക അർത്ഥമാണുള്ളത്. മനാസെ എന്ന് പറയുമ്പോൾ അത് ജോസഫിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ജോസഫ് എങ്ങനെയാണ് ജോസഫിന്റെ കൂടെ ദൈവം നടന്നത്, ദൈവം ജോസഫിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചതിന് എന്താണ് കാരണം? അവിടെ പറയാണ്, ദൈവം എന്നോട് പറഞ്ഞു, നീ എല്ലാം മറക്കണം.
ആ വാക്ക് വരുന്ന ഹെബ്രായ വാക്കാണ് മനാസെ. ജോസഫ് തന്റെ മകന് കൊടുത്ത പേരാണിത്, മനാസെ. ജോസഫ്, നീ എല്ലാം മറക്കണം, നീ മറന്നാലേ ദൈവം നിന്റെ കൂടെ ഉണ്ടാകുകയുള്ളൂ. ഒന്ന്, അതാണ് മനാസെ. രണ്ടാമത് എഫ്രായിം എന്ന് പറയുന്നത് ദൈവം, നീ അനുഗ്രഹീതനാണ്. ജോസഫിനോട് ദൈവം പറയാണ്, ഈ വേദനകൾക്കുള്ളിലും ഈ മുറിവുകൾക്കിടയിലും ജോസഫിനോട് ദൈവം പറയാണ്, നീ അനുഗ്രഹീതനാണ്, യു ആർ ദ ബ്ലെസ്സിങ്. ആ അർത്ഥമാണ് എഫ്രായിം എന്ന വാക്കിൻ്റെത്. എഫ്രായിം അടുത്ത മകന് ജോസഫ് കൊടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തൻ്റെ ജീവിതാനുഭവം ദൈവം അനുഗ്രഹമാക്കി തീർത്തതിന് പ്രതിഫലമായിട്ട് തനിക്ക് ലഭിച്ച 2 മക്കളുടെ പേര് നീ മറക്കണം എന്ന അർത്ഥമുള്ള മനാസയും, നീ അനുഗ്രഹീതനാണ്, നീ യു ആർ ദ ബ്ലെസ്സിങ് എന്ന അർത്ഥമുള്ള എഫ്രായിം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം സ്വീകാര്യമാകണമെങ്കിൽ, ദൈവത്തോട് ചോദിക്കുന്ന കൃപകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഒന്ന്, ക്ഷമയോടുകൂടി. ദൈവം ആരൊക്കെ എന്നെ എതിർത്താലും, ആരൊക്കെ എന്നെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചാലും, ആരൊക്കെ എനിക്ക് ദുഷ്പേര് വരുത്തിയാലും, ആരൊക്കെ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ നമ്പർ 1 എക്സാമ്പിളാണ് പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഉണ്ടാകുന്നത് ജോസഫ് ഒന്നും ആകണ്ട. ഈ വയലത്തൂർ നമ്മളെല്ലാവരും, ഞാൻ അടക്കമുള്ള എല്ലാവരും, നമ്മളെ തള്ളി പറയുന്നവരുണ്ടാകും. ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. നമുക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടാകും. നമ്മൾ കയറി വരുന്ന ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാകും. നമ്മളെ പരിത്യജിക്കും, ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് വരുത്തി വയ്ക്കുന്ന ആളുകളുണ്ടാകും. പക്ഷെ നമുക്കൊരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരൊക്കെ ഏതെല്ലാം രീതിയിൽ എതിര് നിന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഇടവക കൂട്ടായ്മയിൽ ഞങ്ങളെ വളർത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കുപ്പിപ്പിടിച്ച് അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ എല്ലാവരും കണ്ണുകൾ തുറന്നു നോക്കട്ടെ. പ്രിയ മകനെ, മകളെ, നീ എവിടെയായിരിക്കുന്നുവോ, ഇതാ നിന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഈ അൾത്താരയിൽ നിന്ന് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്റെ ഹൃദയത്തിൽ ഈ നിമിഷം നിന്നോട് പറയുന്ന കാര്യം ഇതാണ്: പ്രിയ മകനെ, പ്രിയ മകളെ, നീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, നീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവളാണ്. യു ആർ മൈ ബിലവഡ് സൺ, യു ആർ മൈ ബിലവഡ് ഡോട്ടർ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് നീ, ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് നീ. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറന്ന പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ പറന്നിറങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദമാണിത്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. സ്വർഗം തുറന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ്
നമ്മുടെ ഓരോരുത്തരുടെ മേൽ പറന്നിറങ്ങുന്ന ഈ അനുഗ്രഹ നിമിഷത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കവേ. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, അനുദിന കുടുംബ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ, പുത്തൻ അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ഇതാ ഈ ദിവികാരുണ്യ ഈശോ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഹൃദയത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് നീ എഴുന്നള്ളി വരണമേ, നിറയണമേ നീ ഇന്നെൻ്റെ ഉള്ളിൽ നിന്റെ നിറഞ്ഞ ചൈതന്യത്താൽ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഈരടികൾ നമ്മളൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പാടിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് നീ പറന്നിറങ്ങണമേ. ഈ ഒരാഴ്ചക്കാലം ദിവികാരുണ്യനാഥ ഈ പവിത്രമായ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ നീ വിശുദ്ധീകരിച്ചു, കുടുംബ ബന്ധങ്ങളെ നീ പവിത്രീകരിച്ചു. ഞങ്ങൾക്ക് ലഭിച്ച ഈ ആത്മീയ കൃപാവരത്തിൻ്റെ നിറവിൽ നിൽക്കുവാൻ ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. പരിശുദ്ധാത്മാവേ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പാടിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. എല്ലാവരും കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കുന്നു. എല്ലാവരും കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കുന്നു. കണ്ണുകളെ ശബ്ദമായിട്ട് അടയ്ക്കുന്നു. മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. നിറയണമേ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ എനിക്ക് ലഭിച്ച ഈ ആത്മീയ കൃപയിൽ നിലനിൽക്കുവാൻ എന്നെ നീ ശക്തിപ്പെടുത്തണമേ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനം, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ ഞാൻ വർഷിക്കും. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഇതാ അസ്ഥികളുടെ താഴ്വരയിൽ, അസ്ഥികൾ മാത്രം കിടക്കുന്ന താഴ്വരയിൽ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ചൈതന്യം കടന്നു വന്നപ്പോൾ അസ്ഥികൾക്ക് ജീവൻ ലഭിക്കുന്നു. ഒരു മഹാസൈന്യം പോലെ അവ ഉയർത്തെഴുന്നേൽക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ, നിന്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ, നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയല്ല, മറിച്ച് ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യത്തെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈശോ നമുക്ക് പകർന്നു നൽകുകയാണ്. പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? സംഭവിക്കുവാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും മാറുന്നില്ല. ദൈവദൂതൻ പറയുന്ന മറുപടി ഇതാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാ പരിശുദ്ധാത്മാവിന്റെ നിറവ് കടന്നു വന്നപ്പോൾ, ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടിക്കുക ഈ ഈരടികൾ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പഠിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി.
ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഇരുകരങ്ങളും ഈശോയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കുകയാണ്. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ഈശോയെ ഒന്ന് നോക്കിക്കേ. ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. എന്നിലുള്ള ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, അകാരണമായിട്ട് മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്ന, എന്ത് കണ്ടാലും കുറ്റം പറയുന്ന ചില ദുശീലങ്ങളുടെ അടിമത്തം, ആവർത്തിച്ച് ചെയ്യുന്ന ചില തിന്മയുടെ ബന്ധനങ്ങളുടെ അടിമത്തം എന്നിലുണ്ട്. ഈശോയെ, എടുത്തു മാറ്റണമേ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങള്. ഇതാ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ 9 ഫലങ്ങളാൽ നിറയപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റും, കൂടെയുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് പറ്റും, കൂടെയുള്ളവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പറ്റും, ഒരുമയോടെ എന്നും പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. ദൈവീക ചൈതന്യത്തിൽ ഞാൻ വ്യാപരിക്കുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും, എൻ്റെ ചിന്താരീതികളിൽ മാറ്റം വരും. പരിശുദ്ധാത്മാവേ, എനിക്ക് ലഭിച്ച ആത്മീയ കൃപാവരങ്ങളിൽ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കുവാൻ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളൊരു 2 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അല്പം കൂടെ കരമുയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ നീ എന്നുള്ളില്. പരിശുദ്ധാത്മാവേ, നിന്റെ സ്നേഹത്താൽ, ചൈതന്യത്താൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പസ്തോലർ ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് നിറവ് ലഭിക്കുകയാണ്. അതേ അഭിഷേകത്തിലേക്ക് ദൈവമേ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഫലങ്ങളാൽ, വരങ്ങളാൽ, ദാനങ്ങളാൽ നിറയ്ക്കണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. കരമടിച്ച് ഈശോയെ ആരാധിച്ച് അപ്പസ്തോലരോട് ചേർന്ന്, ആദിമ ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ ഒരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ ഒരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ചേർന്ന് പാടി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും ഇന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി സ്വരമുയർത്തി പാടിക്കേ. ദിവ്യകാരുണ്യമേ എന്നും ഇന്നും അങ്ങേക്കാരാധന. ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത, കുമ്പസാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 9 അച്ഛന്മാരുണ്ടായിരുന്നത്. അവർ ആ മുഴുവൻ സമയം ഈ ഇടവകങ്ങളെല്ലാവരും ആ കുമ്പസാരത്തിൽ പങ്കെടുക്കുകയും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു. ഒരു കുടുംബവും ഒരു വ്യക്തി ഇതൊന്നും മാറി നിന്നില്ല. വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം, വൈലത്തൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ പോപ്പുലർ ധ്യാനം ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്. ഈ ഇടവക ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ ധ്യാനം ഇവിടെ നടന്നത്. അതിലെല്ലാവരും പങ്കെടുത്തു. വളരെ സജീവമായിട്ട് തന്നെ ആ കാര്യങ്ങൾ ഭംഗിയായി നടന്നു എന്നുള്ള നിലയ്ക്ക് എല്ലാ നന്ദി അവരുടെ ഭാഗത്തു നിന്നുള്ളതും അറിയിക്കും. കാലത്ത് ഇവിടുത്തെ എല്ലാ ഇടവക ജനങ്ങൾക്കും എല്ലാവരും നേരം വൈകിട്ട് എണീക്കാറ്. അത് എല്ലാവരും പുലർച്ചെ 5 മണിക്കൊക്കെ എണീറ്റ് എല്ലാവരും ജാതിയായിട്ട് ഇവിടേക്ക് വരലും അങ്ങനെ ഒരു ഉത്സവം പോലെയായിരുന്നു ഈ പരിപാടി 6 ദിവസമായിട്ട്. അത് മാത്രമല്ല, ഇന്നത്തെ അവസാന ധ്യാനത്തിൻ്റെ കുർബാന നേരത്തുണ്ടായ അച്ഛൻ്റെ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചവരുടെ വാർഷികം ആഘോഷിക്കുന്ന അങ്ങനത്തെ പരിപാടികളും ബർത്ത്ഡേ പരിപാടികൾ, അതൊക്കെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇതായിട്ട് അനുഭവമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. ഈ ഇടവക ചരിത്രത്തിൽ തന്നെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ധ്യാനം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത്. ഇത് വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിക്കുന്നത്. അതിന് മാത്രമല്ല, അറിവില്ലാത്ത കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ഈ ധ്യാനത്തിന് നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളും ആത്മാർത്ഥമായി തന്നെ പങ്കെടുക്കുകയും അവരുടെ സാന്നിധ്യം ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അത് നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയ ജോജത്തിനും ടീമംഗൾക്കും നിങ്ങളുടെ ഇടവകയുടെ പേരിലും വികാരി അച്ഛൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.